എന്തിനാ നമ്മൾ വിഷമിച്ചിരിക്കുന്നതെന്ന്? ജീവിതമല്ലേ, അതൊക്കെ അങ്ങനെ പോയിക്കോളും. ഇപ്പൊ ഒരു രോഗിയായ ആള് ഒരു ദിവസം ചിലപ്പോൾ 7-8 ഗുളികയൊക്കെ കഴിക്കേണ്ടി വരും അവന്റെ ജീവൻ നിലനിർത്താൻ. ചിലപ്പോൾ അത് മറന്നുപോകും. എന്നാലും ആ ജീവൻ അങ്ങനെ തുടർന്ന് പോകും. നമ്മുടെ ജീവിതമല്ലേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ഒരു തരത്തിൽ മുന്നോട്ട് അങ്ങനെ പോകും. എപ്പോഴാണോ എവിടെയാണോ പൊട്ടി വീഴുക എന്നൊന്നും പറയാൻ പറ്റില്ല. അത് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് നോക്കണം എന്നല്ല. പക്ഷെ ഉള്ളത് കുറെയൊക്കെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കാതെ നല്ല രീതിയിൽ നമ്മൾ സന്തോഷിക്കാനുള്ള ഒരു പഴുതുകൂടി നമ്മൾ കണ്ടെത്തുക. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂലിന്റെ രണ്ടറ്റം മുട്ടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് നമ്മൾ ഇന്നൊക്കെ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനുപരി നമ്മൾ രോഗിയാണ്, നമ്മൾ വയ്യാത്തൊരാളാണ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കണ്ടെന്നേ. നല്ല രീതിയിൽ നമ്മൾ സന്തോഷമായിട്ട് ആ രോഗത്തെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണോ നമ്മൾക്ക് ഇനിയൊരു ഡോക്ടറാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് ആ റൂൾ അനുസരിച്ചിട്ട് അവർ പറയുന്നത് കേട്ട് ചെറുതായിട്ടൊക്കെ കേട്ടനുസരിച്ച് ജീവിക്കുക. പക്ഷെ അതന്നെ ഒരു ഇതാക്കി വെച്ച് നിൽക്കണ്ട. നമ്മൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പ്. നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ മറക്കാൻ നോക്കുക. സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ അങ്ങോട്ട് മറന്നു കളയുക. എങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് കണക്കൂട്ടി അറിയാം നമുക്ക് എത്ര സമയമുണ്ട്, എത്ര ഇതുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കണക്കൂട്ടി അറിയാം. എങ്കിൽ പോലും ഇതൊന്നും നമ്മൾ വകവെക്കാതെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാന്നേ. ഒരാളും സങ്കടപ്പെട്ടിരിക്കണ്ട. ജീവിതമല്ലേ. ചിലപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കാനൊക്കെ മറന്നു പോകും. മരുന്ന് കഴിക്കാൻ മറന്നു പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ ഉള്ളിൽ മനക്കരുത്ത് എന്ന സംഭവം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നമുക്കൊന്നും വരാൻ പോകുന്നില്ല. അതാ പറഞ്ഞത്, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കണ്ടെന്നേ. സങ്കടപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മൾ രോഗിയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കണ്ട. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ രോഗിയായി മാറുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിചാരം നമുക്ക് വേണ്ട. നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് ഒരു രോഗത്തെയും നമുക്ക് നമ്മുടെ മേലെ ഏൽക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ മനക്കരുത്ത്. മനക്കരുത്ത് ഉണ്ടെങ്കിൽ ഒരു രോഗം നമുക്ക് ഒന്നുമല്ലാന്നേ. അടിച്ചു പൊളിച്ച് ജീവിക്കാം. എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു.